മോളി, എടി മോളി, ബോബാ ഒന്ന് എഴുന്നേക്കടാ. ദേ, ഞങ്ങള് മരണ വീട്ടിലേക്ക് പോവാ. സംസ്കാരം കഴിഞ്ഞേ വരത്തുള്ളൂ. പപ്പ അതുവഴി ചിലപ്പോ കോടതിയിലേക്ക് പോവും. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റേ നിങ്ങൾ തന്നെ ഉണ്ടാക്കി കഴിച്ചു. സാധനങ്ങളൊക്കെ അടുക്കളയിൽ ഇരിപ്പുണ്ട്. ഒന്നും നശിപ്പിച്ചേക്കല്ലേ, പറഞ്ഞേക്കാം. നമുക്കിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം. ഞാൻ ബുൾസൈ ഉണ്ടാക്കാം, നീ റൊട്ടി മുറിക്കും. റൊട്ടി മുറിക്കുന്നത് അങ്ങനെയല്ല, അറുത്താ മുറിക്കുന്നത്. അയ്യോ, എന്റെ കൈ അറുത്തത്. അമർത്തി പിടിച്ചു, ഞാൻ പോയി കെട്ടാൻ തുണി എടുത്തോണ്ട് വരാം. ചോര നിന്നു. എന്നതാ ഒരു കരിഞ്ഞ മണം. അയ്യോ, മുട്ട കരിഞ്ഞു. കരിഞ്ഞ ചട്ടിയിൽ പിടിച്ചു. ഇനി ഇത് എങ്ങനെ ഇളക്കും? കത്തി വെച്ച് ചിരണ്ടി ഇളക്കിയാലോ? അത് നോൺ സ്റ്റിക്ക് ചട്ടിയാ, ചിരണ്ടിയാ പോളിഷ് പോകും. എന്നാ നമുക്കിത് കമത്തി അടിക്കാം. അപ്പൊ അത് പറഞ്ഞു പോരും. പകുതി പറഞ്ഞു പോന്നു. കർത്താവേ, 600 രൂപയ്ക്ക് ഇന്നലെ വാങ്ങിച്ചതാ. അമ്മച്ചി കണ്ട കൊന്നത് തന്നെ. നമുക്ക് മുട്ടയടച്ച് ഹോംപ്ലേറ്റ് ഉണ്ടാക്കാം. ഹോംപ്ലേറ്റ് അല്ലടി, ആംപ്ലേറ്റ്. ഞാൻ പോയി മുട്ട പതയ്ക്കുന്ന മെഷീൻ എടുത്തുകൊണ്ട് വരാം. ലോൺ അമർത്തി പിടിക്കണം. ഈ പാത്രത്തിന് എന്ത് പറ്റി? അയ്യോ, പാത്രം തുളഞ്ഞല്ലോടി. മുട്ടയുടയ്ക്കുന്ന ബ്ലേഡ് ഇതാ. നീ മുട്ടയുടച്ചതേ തടി തുരക്കുന്ന ബ്ലേഡ് ഇട്ടായിരുന്നു. തടിയും തുളഞ്ഞു. മുട്ട ഉണ്ടായിരുന്നതും തീർന്നു. ഒരു ചക്ക ഇരിപ്പുണ്ട്, നമുക്കൊരു ചക്കപ്പുഴുക്ക് വെക്കാം. കത്തി കേറുന്നില്ലല്ലോടി. അമ്മച്ചി കോടാലിക്കാ വെട്ടി പിളർക്കുന്നത്. ഞാൻ പിടിക്കാം, നീ കോടാലിക്ക് വെട്ട്. നീ കൈമാറ്റിക്കോ. കൈമാറ്റിയപ്പോ ചക്ക ഉരുണ്ടതാ. മേശയ്ക്ക് ചരിവുണ്ടായിരുന്നു. ഒരു മുൻകൂർ ജാമ്യം അനുവദിച്ചു തരണം.